രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു നിമിഷം കാലിന്റെ പെരുവിരലിലോ കണങ്കാലിലോ ഒക്കെ ഒരു തരം കടച്ചില്, സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടായിട്ടുണ്ടോ? അത് കാരണം ഞെട്ടി എണീറ്റിട്ടുണ്ടോ? രാവിലെ എണീക്കുമ്പോൾ ഈ സന്ധികളിൽ ഉണ്ടാകുന്ന പിടുത്തം, അസ്വസ്ഥത, കാലിൽ തട്ടിയ പോലും ഉണ്ടാകുന്ന ഒരു ഒരു വല്ലാത്ത വേദന അനുഭവിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വളരെ നിസ്സാരമായി കാണരുതെന്നാണ്. ഒരു പക്ഷേ നിങ്ങളൊരു സാധാരണ സന്ധിവേദനയോ ഉളുക്കോ ആണെന്ന് കരുതുന്ന ഈ ലക്ഷണങ്ങൾ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടുന്നതിന്റെ ആദ്യത്തെ അപകട സൂചനയാകാം എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് മറ്റൊന്നായിരിക്കും. ഈ വീഡിയോയിൽ എന്താണ് യൂറിക് ആസിഡ്, എന്തുകൊണ്ടാണ് ഇത് അപകടകരമായിട്ട് കൂടുന്നത്, നമ്മുടെ കാലുകളിൽ കാണുന്ന ഏതൊക്കെ വേദനകളാണ് യൂറിക് ആസിഡിന്റെ എന്നതിനെ കുറിച്ചിട്ടാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, എന്തൊക്കെയാണ് ഭക്ഷണത്തിലും ജീവിതത്തിലും മാറ്റം വരുത്തേണ്ടത്, ഈ വരുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് എങ്ങനെയാണ് ഇതിൽ നമുക്കൊന്ന് മോചിക്കാൻ പറ്റുക എന്നുള്ള കാര്യത്തെ കുറിച്ചും ഇതിൽ കുറച്ചൊക്കെ ഒരു ഓൺ ആൻഡ് ഓഫ് ഒരു ആവറേജ് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് കേൾക്കാത്തവര് ഈ പേര് കേൾക്കാത്തവർ കുറവായിരിക്കും. പക്ഷെ ഈ സാധനം എന്താന്ന് ചോദിച്ചാൽ ആർക്കും ഒരു കൃത്യമായിട്ട് ഒരു ഉത്തരവ് ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഒരു വിഷവസ്തു ഒന്നുമല്ല. ശരീരം സ്വാഭാവികമായി ഉണ്ടാക്കുന്ന ഒരു 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 പ്രൊഡക്റ്റ് തന്നെയാണ്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ നശിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ ദഹിക്കുമ്പോൾ പ്യൂരിൻ എന്നൊരു പ്രോട്ടീൻ വിഘടിച്ചിട്ടാണ് യൂറിക് ആസിഡ് ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ളത് ഭൂരിഭാഗവും രക്തത്തിൽ അലിഞ്ഞ വൃക്കകൾ വഴി മൂത്രത്തിലൂടെ പോകും. ഇതാണ് ഇതിന്റെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പ്രോസസ് ഇതാണ്. പിന്നെ ഈ യൂറിക് ആസിഡ് രണ്ട് സാഹചര്യങ്ങളാണ് ഇത് പ്രധാനമായിട്ടും സംഭവിക്കുന്നത്. ഒന്നുകിൽ ശരീരത്തിൽ ആവശ്യത്തിൽ കൂടുതൽ യൂറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നു, പ്രൊഡ്യൂസ് ആകുന്നു. അല്ലെങ്കിൽ യൂറിക് ആസിഡിനെ പൂർണ്ണമായിട്ട് എക്സ്ക്രീറ്റ് പുറത്തേക്ക് തള്ളാൻ വൃക്കകൾക്ക്, കിഡ്നിക്ക് കഴിയാതെ വരുന്നു. ഈ രണ്ടവസ്ഥയിലും യൂറിക് ആസിഡിന്റെ അളവ് കൂടാൻ തുടങ്ങും. ഇതിനെയാണ് ശരിക്കും നമ്മൾ എന്താ പറയുക, ഹൈപ്പർ യൂറീമിയ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ കൂടുന്ന യൂറിക് ആസിഡ് അത് എങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെറുതെ ഇരിക്കില്ല. അത് സൂചി മുന പോലെ കൂർത്ത ചെറിയ ക്രിസ്റ്റലുകളുടെ രൂപത്തിലേക്ക് മാറും. എന്നിട്ട് അത് പ്രത്യേകിച്ച് സന്ധികളിൽ, എന്നിട്ട് തണുപ്പ് കൂടുതലുള്ള ഭാഗമായിട്ടുള്ള കാലിന്റെ പെരുവിരൽ പോലുള്ള സ്ഥലങ്ങളിൽ ഇത് സെഡിമെന്റ് ചെയ്യുക, അടിഞ്ഞുകൂടാൻ തുടങ്ങും. ഈ ക്രിസ്റ്റലുകൾ പിന്നീട് നമ്മൾ പറഞ്ഞ നേരത്തെ അസഹനീയമായ വേദന, നീർക്കെട്ട് ഇങ്ങനെയുള്ളത് കാണിച്ചുകൊണ്ടേയിരിക്കും. റിപ്പീറ്റഡ് ആയിട്ട് ഇത് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിന്റെ ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് വേദന മാത്രമല്ല. യൂറിക് ആസിഡ് കൂടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്നാണ് ഈ ഗൗട്ട് എന്ന് പറയുന്ന സന്ധി വേദന. അപ്പൊ കൂടുതൽ ആളുകളിലും ഇത് തുടങ്ങുന്നത് കാലിന്റെ പെരുവിരലിലാണ്. ഒരു കാരണമില്ലാതെ പെട്ടെന്ന് ഒരു ദിവസം രാത്രിയിൽ തള്ളവിരലിലും ഭയങ്കരമായിട്ട് വേദന ഉണ്ടാകും. ഒരു 2 ദിവസം വരെ അല്ലെങ്കിൽ ഒരു ദിവസം മൊത്തം ഈ വേദന ഭയങ്കരമായിട്ട് പീക്ക് ലെവലിൽ തുടരും. അവിടെ ഒന്ന് തൊടാനോ അല്ലെങ്കിൽ അവിടെ ഒന്ന് തട്ടിയാൽ പോലും പൊളയുന്ന തരത്തിലുള്ള വേദന കാണും. അപ്പം ഒരു പുതപ്പിട്ടാൽ വേദന എടുക്കുമെന്ന് പറയുന്ന അവസ്ഥയുണ്ട്. അങ്ങനെയാണ് ചിലർ ആദ്യമേ പറയുക, ഒരു പുതപ്പ് ഡോക്ടർ, ഞങ്ങൾക്ക് ഒരു പുതപ്പിടാൻ പറ്റുന്നില്ല, അവിടെ അത്രയും വേദനയാണ്. അത് മാത്രമല്ലാതെ അവിടെ അത്രയും ഭാഗത്ത് നീർക്കെട്ടുണ്ടാവുക, നല്ല റെഡിഷ് ആവുക, ചുമന്ന നിറമുണ്ടാവും, തൊട്ട് നോക്കിയാൽ ഭയങ്കരമായിട്ട് ചൂടുണ്ടാവും. പക്ഷെ ഇത് തള്ളവിരലിൽ മാത്രം ഒതുങ്ങണമെന്നൊന്നുമില്ല. ഇത് കണങ്കാല്, കൈത്തണ്ട, കൈവിരലുകള്, അങ്ങനെ സന്ധികളിൽ എവിടെയും ഈ പറയുന്ന ഗൗട്ട് ബാധിക്കാന്നുള്ളതാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. കാലിന്റെ വേദന മാത്രമല്ല യൂറിക് ആസിഡിന്റെ ലക്ഷണം. ക്രിസ്റ്റലുകൾ സന്ധികളിൽ മാത്രമായിട്ട് നിൽക്കില്ല, നമ്മുടെ വൃക്കകളിലും അടിഞ്ഞുകൂടാം. വൃക്കയിൽ കല്ലുണ്ടാകാനുള്ള ഒരു പ്രധാന കാരണമാണ് ഈ പറഞ്ഞ സാധനം. നടുവേദന, മൂത്രത്തിൽ രക്തം കാണുന്നത്, ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കാൻ തോന്നുന്നത് എന്നിവയെല്ലാം തന്നെ ഈ കിഡ്നിയുമായി ബന്ധപ്പെട്ട് കിഡ്നിയിൽ യൂറിക് ആസിഡിന്റെ അംശങ്ങൾ, ക്രിസ്റ്റലുകൾ നിൽക്കുന്നത് കൊണ്ട് ഇത് കാണിക്കും. അതുപോലെ ഒരുപാട് കാലം യൂറിക് ആസിഡ് ലെവൽ ഉയർന്ന നിലയിൽ തന്നെ തുടരുന്നത് വൃക്കകളുടെ തന്നെ ഒരു മോശമായ അതിന്റെ ഒരു പ്രവർത്തനത്തിന് തന്നെ വളരെയധികം മോശമാകും. പിന്നെ ചർമ്മത്തിനടിയിൽ ചെറിയ ചെറിയ ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടാറുണ്ട്. അത് വിരലിലോ കൈമുട്ടിലോ ചെവിയിലോ ഒക്കെ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം ഈ യൂറിക് ആസിഡ് ഇങ്ങനെ കൂടുന്നത്? ഇതൊരു ചോദ്യമാണ്. നമ്മുടെ ജീവിതശൈലിയും ഭക്ഷണവും ഒക്കെ ആയിട്ട് ഇതിന് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട് എന്നുള്ളതാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. ഇതിലെ പ്രധാന മെയിൻ വില്ലൻ നമ്മുടെ ആഹാരമാണ്, ഭക്ഷണ രീതിയാണ്.
പ്യൂരിൻ ധാരാളം അടങ്ങുന്ന ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നത് യൂറിക് ആസിഡ് കൂടാൻ വഴിവെക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ റെഡ് മീറ്റ്, ബീഫ്, മട്ടൺ പോലുള്ളവ, പിന്നെ കിഡ്നി, കരൾ പോലുള്ള അവയവങ്ങൾ, ലിവർ ഫ്രൈ എന്നൊക്കെ പറയുന്ന സാധനങ്ങളില്ലേ, അത് കഴിക്കുന്നത്, കടൽ മത്സ്യങ്ങൾ, അതായത് മത്തി, അയല, ചാള, കണവ, കൊഞ്ച്, ഇതിലൊക്കെ തന്നെ പ്യൂരിന്റെ അളവ് വളരെ കൂടുതലാണ്. പയറുവർഗ്ഗങ്ങൾ, പരിപ്പ്, ബീൻസ്, ഇതൊക്കെ കഴിക്കുന്ന ആളുകളിലും യൂറിക് ആസിഡ് കൂടാനുള്ള റീസൺസ് വളരെ കൂടുതലാണ്. ഭക്ഷണം മാത്രമല്ല, ചില ഡ്രിങ്ക്സും ഈ പറഞ്ഞ യൂറിക് ആസിഡിന്റെ പ്രധാനപ്പെട്ട ശത്രുക്കളാണ്. ഉദാഹരണം മദ്യം തന്നെ. മദ്യപാനം യൂറിക് ആസിഡ് ഉൽപാദനം കൂട്ടുക മാത്രമല്ല, ഇത് ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നത് തടയുകയും ചെയ്യും. അതാണ് ഏറ്റവും രസം. ഏറ്റവും വലിയ വില്ലൻ ബിയർ ആണ്. അത് അപകടമാണ് അത്രത്തോളം. പിന്നെ ഉയർന്ന അളവിലുള്ള ഫ്രക്ടോസ്, മധുരം അടങ്ങിയത് കുടിക്കാൻ പാടില്ല. കാരണം അതിലും ഈ പറഞ്ഞ യൂറിക് ആസിഡിനെ കൂട്ടുന്നതിൽ വലിയ പങ്കുണ്ട്. ഇനി നമ്മൾ ഒരു ജീവിതശൈലി എടുക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആദ്യമേ പറയേണ്ടത് അമിതവണ്ണമുള്ളവരെയാണ്. ശരീരം കൂടുന്തോറും, ഈ വണ്ണം കൂടുന്തോറും യൂറിക് ആസിഡ് കൂടുതൽ ഉത്പാദിപ്പിക്കും. അതോടൊപ്പം തന്നെ ഇത് പുറത്തു പോകാനുള്ള കിഡ്നിയുടെ പണി കൂടും. അപ്പൊ ഇത് കിഡ്നിയുടെ ശേഷി കുറയും. ഒരു ലൈഫ് സ്റ്റൈലിൽ മറ്റൊരു ഒന്ന് എക്സസൈസ് ഇല്ലായ്മയാണ്. പൊണ്ണത്തടി കൂടുക, ഇത് കണക്റ്റഡ് ആണ്. ഒന്ന് ആലോചിച്ചാൽ മതി. പ്രമേഹം, BP, കിഡ്നി ഡിസീസ് എന്നിവയുള്ളവർക്കൊക്കെ തന്നെ യൂറിക് ആസിഡ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇതിനൊക്കെ കഴിക്കുന്ന മരുന്നുകളും ഒരു 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 പരിധി വരെ ഇത് ഉണ്ടാവാൻ കാരണമാക്കാറുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും ബേസ് ലൈനിൽ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് അവരുടെ ഫുഡ് ഹാബിറ്റും അവരുടെ ലൈഫ് സ്റ്റൈലിലുമാണ്. യൂറിക് ആസിഡ് കൂടി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കൃത്യമായിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈലിലും ആഹാരത്തിലും ഒരു ട്രീറ്റ്മെന്റ് ഒന്ന് എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. മരുന്ന് എടുക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യമേ നമ്മൾ ചെയ്യേണ്ട ബേസിക് മാറ്റം ലൈഫ് സ്റ്റൈലിലും ഡയറ്റിലുമാണ്. ഇനി ഡയറ്റ് പാറ്റേൺ കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കഴിക്കണം, എന്ത് ഒഴിവാക്കണം എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതില് 100% ഫുഡാണ് ആദ്യത്തേത് ഞാൻ പറയുന്നത്. പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ റെഡ് മീറ്റ് പോലുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. പിന്നെ ഈ മീൻകറികൾ, അത് മത്തി, ചാളൊക്കെ നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്നതാണ്. ഈ പറഞ്ഞ സാധനം അത് പാടെ ഒഴിവാക്കുക. കാരണം അതൊക്കെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ അളവിൽ കഴിക്കാനും ഞാൻ സപ്പോർട്ട് ചെയ്യും, കാരണം കൂടുതലല്ല. ഇനി ആൽക്കഹോൾ പോലുള്ള സാധനങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. പാക്ക്ഡ് ഫുഡ്സ്, പാക്ക്ഡ് ഡ്രിങ്ക്സ്, കൊക്കോകോള പോലുള്ള സാധനങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ചീര, കോളിഫ്ലവർ, കൂണ്, ഈ 3 സാധനത്തിനകത്തും ഈ പറഞ്ഞ യൂറിക് ആസിഡ് കൂട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി കഴിക്കാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. കാരണം ഏറ്റവും ഈസിയസ്റ്റ് വഴിയാണത്. നന്നായിട്ട് ഒരു ദിവസം ഒരു 2.5 ലിറ്റർ അല്ലെങ്കിൽ 3 ലിറ്റർ വെള്ളം നന്നായിട്ട് കുടിക്കുന്നത് ഈ യൂറിക് ആസിഡിനെ മൂത്രത്തിൽ കൂടെ കളയാനായിട്ട് സപ്പോർട്ട് ചെയ്യും, നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതിനെ. അതുപോലെ തന്നെ ഈ പഴങ്ങളിൽ ചെറി പഴങ്ങൾ കഴിക്കുന്നത് നല്ലതാണെന്ന് കുറച്ചൊക്കെ പഠനങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ. ഇനി വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക പോലുള്ളത് കഴിക്കുന്നത് ഈ യൂറിക് ആസിഡിന്റെ എക്സ്ക്രീഷൻ പുറത്തേക്ക് തള്ളുന്നതിന് സഹായിക്കും. എല്ലാ ദിവസവും ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്, പക്ഷെ പഞ്ചസാര ചേർക്കാതെ കഴിക്കണമെന്ന് മാത്രം. ഇനി കൊഴുപ്പ് കുറഞ്ഞിട്ടുള്ള പാല്, തൈരൊക്കെ ഫുഡിന്റെ കൂട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ നല്ലതാണെന്നുള്ളത് കുറെ നമ്മുടെ ഒരു സയന്റിഫിക്കലി പറയുന്നുണ്ട്. പിന്നെ പപ്പായ, കൈതച്ചക്ക, ഇതൊക്കെ ഒരു ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുകയും യൂറിക് ആസിഡിനെ കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. ഇനി ലൈഫ് സ്റ്റൈലിൽ നമുക്ക് എന്തൊക്കെ മാറ്റം വരുത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തത് ഭാരം കുറയ്ക്കുക, വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് ഇപ്പോൾ വെയിറ്റ് കൂടാതെ വെയിറ്റ് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലത്. അത് പിന്നെ വേറൊരു കാര്യം, ഇതിനകത്ത് പട്ടിണി കിടന്ന് നമ്മൾ വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു പണിയുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ ആഹാരം കുറയ്ക്കുന്നത് യൂറിക് ആസിഡ് കൂട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കും എന്നുള്ള ഒരു വേറൊരു വശമുണ്ട്. എല്ലാ ദിവസവും ഒരു 30 മിനിറ്റ് എങ്കിലും മിനിമം വ്യായാമങ്ങൾ ചെയ്യുക. നന്നായിട്ട് നീന്തുകയോ അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടുകയോ നടക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുക. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, വ്യായാമം ചെയ്യുമ്പോൾ ഈ സന്ധികൾക്ക് ഒരുപാട് വെയിറ്റ് കൊടുക്കുന്ന തരത്തിലുള്ള പണികൾ കുറയ്ക്കുക എന്നുള്ളതാണ് അതൊരു വേറൊരു വശം. പിന്നെ നമ്മളിപ്പോ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഇനി മരുന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാമെന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇവിടെ ഗൗട്ടിൽ പ്രധാനമായിട്ടും ഹാൻഡിൽ ചെയ്യുന്ന നീർക്കെട്ടും പെയിൻ മാനേജ്മെന്റുമാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇതൊക്കെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം മാത്രമാണ് ഇതിനകത്ത് നടക്കുക. പിന്നെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഈ പറഞ്ഞ ഒരു ബേസ് ലൈൻ
ലൈഫ് സ്റ്റൈലിലും ഡയറ്റിക്സിലും മാറ്റിയില്ലെങ്കിൽ ഒരു പരിധി വരെ ഈ സാധനം മാറില്ല എന്നുള്ളതാണ് ഡെഫിനറ്റ്ലി. പിന്നെ ഒരു കാരണവശാലും നമ്മൾ കൂട്ടുകാർ പറഞ്ഞതോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊന്നും യൂറിക് ആസിഡിലുള്ള മരുന്നുകൾ വാങ്ങി ഒരാളും കഴിക്കാൻ പാടില്ല. ഓരോരുത്തരുടെയും ആരോഗ്യ സ്ഥിതിയൊക്കെ അനുസരിച്ചിട്ടാണ് യൂറിക് ആസിഡിന്റെ അളവും അല്ലെങ്കിൽ അതിനുള്ള മരുന്നിന്റെ അളവൊക്കെ ഡോസേജ് കുറിക്കുന്നത്. അതുകൊണ്ട് ഒരു ഡോക്ടറെ കണ്ടിട്ട് മാത്രം ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം മാത്രം അണ്ടർ ഗൈഡൻസിൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങളുടെ കാലിലോ സന്ധികളിലോ ഉണ്ടാകുന്ന വേദനയെ വെറും ഒരു വേദനയായിട്ട് തള്ളിക്കളയാതിരിക്കുക. അതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ചിലപ്പോൾ ഇതൊക്കെ യൂറിക് ആസിഡ് കൂടുന്നതിന്റെ ഒക്കെ ഒരു എക്സാമ്പിൾ ആവാം. ഇത് നേരത്തെ തിരിച്ചറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിഡ്നിയെ ഒരു പരിധി വരെ സേവ് ചെയ്യാൻ പറ്റും. അതുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ പറ്റും. ഓർമ്മിക്കേണ്ട ഒരു പ്രധാന കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് റാൻഡം ആയിട്ട് പറയാം. റെഡ് മീറ്റ് ഒഴിവാക്കുക, വെള്ളം കുടിക്കുക, ബോഡി വെയിറ്റ് ബാലൻസ് ചെയ്യുക, നന്നായിട്ട് എക്സസൈസ് ചെയ്ത് ശീലിക്കുക. ഇതൊക്കെയാണ് ഇതിനകത്ത് ബേസിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിടിച്ച് കെട്ടാൻ പറ്റും. ഇനി സഹിക്കാൻ പറ്റാത്ത വേദനയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഡോക്ടറെ കണ്ട് കൃത്യമായിട്ടും അതിൻ്റെ ഒരു മെഡിക്കൽ അഡ്വൈസ് എടുക്കുക. ഇനി ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അനുഭവങ്ങളോ പങ്കുവെക്കാമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ എഴുതാൻ ഒരു കാരണവശാലും മടിക്കരുത്. ഒരുപാട് പേർക്ക് അത് യൂസ് ആവും. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയെങ്കിൽ ദയവായി ഒരു ലൈക്ക് ചെയ്യുക. ഈ വിലപ്പെട്ട വിവരം നിങ്ങളുടെ ഒരു സുഹൃത്തിനോ അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ടിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.